കോന്നിയിലെ പാറമട അപകടത്തിൽ കാണാതായ ബീഹാർ സ്വദേശി അജയ് റായ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഫയർഫോഴ്സിന്റെ 20 അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും NDRF സംഘവുമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. രക്ഷാദൌത്യത്തിനായി 30 ടൺ ശേഷിയുള്ള ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. പൊട്ടിവീണ പാറക്കഷ്ണങ്ങൾ ദൌത്യ സംഘം നീക്കും. ശേഷം അപകടത്തിൽപ്പെട്ട ബുൾഡോസർ ക്രെയിൻ ഉപയോഗിച്ച് നീക്കാനാണ് ശ്രമം. CK അഭിലാലുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, എങ്ങനെയാണ് തെരച്ചിൽ നിലവിൽ പുരോഗമിക്കുന്നത്? മോദി 5 മിനിറ്റ് മുൻപാണ് ദൗത്യം ആരംഭിച്ചത്. NDRFിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും സംഘങ്ങൾ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 40 അടിയോളം ഉയരത്തിൽ നിന്നും ക്രെയിൻ വഴി വടം കെട്ടിയാണ് 3 ദൗത്യ സംഘാംഗങ്ങൾ താഴേക്കിറങ്ങിയത്. ആദ്യം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംഘാംഗങ്ങളായ 2 പേരും NDRFിൻ്റെ ഒരു സംഘാംഗവുമാണ് ഇവിടേക്ക് ഇറങ്ങിയത്. ഈ 3 പേരുടെയും അരയിൽ വടത്തിൻ്റെ ഒരു അറ്റമുണ്ട്. എതിർ അറ്റം എന്നുള്ളത് ക്രെയിനിലൂടെ മറ്റ് സംഘാംഗങ്ങളുടെ കയ്യിലാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ദൗത്യം പുരോഗമിക്കുന്നതിനിടയിൽ പാറയുടെ ഭാഗങ്ങൾ ഏതെങ്കിലും അടർന്നു വീണാൽ അങ്ങനെ ഒരു അപകടത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ അവർക്ക് ഇടം വലം നോക്കാതെ മാറുകയും അതോടൊപ്പം തന്നെ കയർ വഴി അവരുടെ നിയന്ത്രണം മറുകരയിൽ സുരക്ഷിതമാക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 3 പേരും ഈ ബുൾഡോസറിന് മുകളിലുള്ള ചെറിയ പാറ കഷ്ണങ്ങൾ എടുത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകൾ വശത്തെ മൂടി ഏറെക്കുറെ മൂടി ഏറെക്കുറെ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പുതിയതായി എത്തിക്കുന്ന ക്രെയിൻ അത് ഉപയോഗിച്ച് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ബുൾഡോസറിൽ കെട്ടി അത് ഉയർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ അല്പം മുൻപാണ് തയ്യാറാക്കിയത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്ലാൻ പരിപൂർണമായി മാറ്റിയ ശേഷമാണ് പുതിയ പ്ലാനിലേക്ക് എത്തിയിട്ടുള്ളത്. അത് NDRFും ജില്ലാ ഭരണകൂടവും ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ചേർന്നുള്ള സംയുക്ത ആലോചനയിലൂടെ രൂപപ്പെട്ടതാണ്. അങ്ങനെ 30 ടൺ ശേഷിയുള്ള ഒരു ക്രെയിൻ കൂടി സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ആ ക്രെയിൻ എത്തേണ്ടത്. ഏറെക്കുറെ 11 മണി സമയത്തോടുകൂടി ക്രെയിൻ ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ മനുഷ്യസാധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാകും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഏറെ ശ്രമകരമായ ദൗത്യമാണ്. കാരണം പൊട്ടിയ പാറയുടെ ഭാഗങ്ങൾ അത് പരിപൂർണമായി ചെറു കഷ്ണങ്ങളുള്ളത് ആളുകൾക്ക് നീക്കാൻ കഴിയുന്നത് പരമാവധി വേഗത്തിൽ നീക്കിക്കളയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ക്രെയിൻ വലിയ ക്രെയിൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അത് ദൃശ്യങ്ങളിൽ കാണാമല്ലോ അഭിലാൽ. ഇപ്പോൾ ആ ക്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നത് ആളുകളെ താഴേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിലാണ്. ആ ക്രെയിൻ വഴി ആണ് ക്രെയിനിൽ ബന്ധിച്ചിരിക്കുന്ന കയറിൽ പിടിച്ചാണ് സംഘാംഗങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ വടത്തിൻ്റെ അല്ലെങ്കിൽ ആ കയറിൻ്റെ എതിർ അറ്റം എന്നുള്ളത് ഈ സംഘാംഗങ്ങളായിട്ടുള്ള ആളുകളുടെ 3 പേരുടെയും അരഭാഗത്താണ്, ശരീരവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് സ്വതന്ത്രമായി നിന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കാൽ വഴുതുകയോ അതല്ല മുകളിൽ നിന്നും പാറയുടെ കഷ്ണങ്ങൾ അടർന്നു വീഴുകയോ ചെയ്താൽ അവർക്ക് വേഗത്തിൽ ഓടി മാറാൻ കഴിയും. ഒപ്പം തന്നെ അതിൻ്റെ മറു അറ്റം എന്നുള്ളത് സംഘാംഗങ്ങളുടെ കയ്യിൽ, അത് ക്രെയിൻ മുഖേന സംഘാംഗങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ക്രെയിൻ ഉപയോഗിച്ച് അവർക്ക് സുരക്ഷിതമായ സൗകര്യം ഒരുക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അവർക്ക് വേഗത്തിൽ ഓടി മാറാൻ കഴിയും. ഒപ്പം തന്നെ അവരുടെ നിയന്ത്രണം പരിപൂർണമായി ആ വടം വഴി മുകളിലെ ക്രെയിനിലും അതുവഴി സംഘാംഗങ്ങളുടെ കൈവശവുമാണ്. അപ്പം വളരെ ശ്രദ്ധാപൂർവമുള്ള നീക്കങ്ങളായിരിക്കും ഓരോ നിമിഷവും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓരോ സെക്കൻഡും വളരെ നിർണായകമായതാണ്. അതായത് സസൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ സംഘാംഗങ്ങൾ മുകളിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വേഗത്തിൽ ചെറു കഷ്ണങ്ങൾ നീക്കി മാറ്റുക എന്നുള്ളതാണ് അവരും അറിയിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സിൻ്റെ സംഘാംഗങ്ങൾ അല്പം മുൻപ് എതിർദിശയിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ അടുത്ത് വന്ന് ഏതെങ്കിലും തരത്തിൽ ക്യാമറകൾ സൂം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് അപകടമായി വരാനിടയുള്ള ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം അത് സംഘാംഗങ്ങളെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ടാണ് മടങ്ങിയിട്ടുള്ളത്. ഏത് സമയവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ അത് പ്രേക്ഷകർക്ക് എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. പക്ഷേ അത് ക്യാമറമാൻ ഒരുപക്ഷെ കൃത്യമായി അറിയാൻ സാധിക്കും. മോദി, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും അടർന്നു പോയതിൻ്റെ ബാക്കിയായി അവിടെ ഇരിക്കുന്ന
ഭാഗങ്ങൾ അത് ഒരുപക്ഷെ വീഴാതിരിക്കാനും നമുക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. അതായത് ഇന്നലെ ഈ ദൗത്യത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ആദ്യ മൃതശരീര ഭാഗങ്ങൾ നീക്കിയതിന് പിന്നാലെ 40 മിനിറ്റ് കഴിഞ്ഞ വേളയിൽ വലിയ പാറയുടെ 2 കഷ്ണങ്ങൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അടർന്നു വീണു. ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഒരു വലിയ പാറവടയിലെ വലിയ സ്ഫോടനത്തെ തുടർന്ന് പാറകൾ ചിന്നിച്ചിതറുന്നതിന് സമാനമായ ഒരു കാഴ്ചയായിരുന്നു അന്നേരം ഉണ്ടായത്. 7:05 കൂടിയാണ് അത് സംഭവിച്ചത്. അതേസമയം തന്നെ അതിനേറെക്കുറെ 40 മിനിറ്റ് മുൻപാണ് 4 ഫയർഫോഴ്സ് സംഘാംഗങ്ങളും 2 ജീവനക്കാരും യന്ത്രസഹായത്തോടു കൂടി കരിങ്കൽ പാളികൾ നീക്കി അതിനടിയിൽ കിടന്ന മൃതശരീര ഭാഗങ്ങൾ നീക്കം ചെയ്തത്. ചുരുക്കത്തിൽ അതൊരു നിർണായകമായ ദൗത്യമായിരുന്നു. ജീവൻ അപകടപ്പെടുത്തേക്കാം എന്ന ആശങ്കകൾ നിലനിൽക്കുന്ന സമയത്താണത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ 50 മീറ്റർ മാത്രം മാറി നിൽക്കുന്ന സമയത്താണ് വലിയ ശബ്ദത്തോടു കൂടി പാറയിൽ അടർന്നിരുന്ന പാറയുടെ ഭാഗങ്ങൾ താഴേക്ക് പതിച്ചത്. അങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും അതീവ ശ്രദ്ധയോടുകൂടിയുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. കരയിൽ നിൽക്കുന്ന സംഘാംഗങ്ങളും അവരുടെ ജീവൻ അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ സങ്കീർണമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ കൂടി മാറുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം NDRFൻ്റെ സംഘാംഗമായ മറ്റൊരാൾ കൂടി ഈ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ നിയന്ത്രണം പരിപൂർണമായി സംഘാംഗങ്ങളുടെ കൈവശമാണ്. ആ കയറിൻ്റെ മറ്റൊരു അറ്റം ക്രെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സസൂക്ഷ്മം, അതായത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെക്കാൾ ശ്രദ്ധ കരയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടതുണ്ട്. കാരണം കരയിൽ നിൽക്കുന്ന ആളുകളുടെ കയ്യിലെ കയറിലാണ് ഇവരുടെ സുരക്ഷിതത്വം മുഴുവൻ എന്നുള്ളതാണ്. അങ്ങനെ സംഘാംഗങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പാറ ഇളകുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ എന്ന ശ്രദ്ധയും ഇവർക്ക് വേണ്ടതുപോലെ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം അതനുസരിച്ചാണല്ലോ ഈ താഴേക്ക് ഇറങ്ങിയ ഫയർഫോഴ്സ് ഒപ്പം NDRF സംഘാംഗങ്ങളുടെ ജീവന്റെ സുരക്ഷയും അവരുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും സംഘാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം, അതായത് ഈ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്ന 4 പേർ അവരുടെ പരിപൂർണമായ സുരക്ഷ കയറിലാണ്. ആ കയറിൻ്റെ ഒരറ്റം എന്നുള്ളത് ക്രെയിനിലും അതുവഴി ഇതര സംഘാംഗങ്ങളുടെ കൈവശവുമാണ്. അങ്ങനെ പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള ഉറപ്പും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. കാരണം ജീവൻ പണയപ്പെടുത്തിയുള്ള ഒരു രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു ഇവിടെ ഫയർഫോഴ്സ് സംഘാംഗങ്ങളും NDRFും എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മുടെ നാടാകെ ഉറ്റുനോക്കുന്ന സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രക്ഷാദൗത്യമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആളുടെ ജീവൻ അവശേഷിക്കുന്നുണ്ടെന്ന് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ തിരച്ചിൽ പൂർണ്ണമാകാനുള്ള ദൗത്യത്തിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുകയാണ്. 8:55 കൂടിയാണ് സംഘാംഗങ്ങളിൽ 2 പേർ ഇവിടേക്ക് ഇറങ്ങുന്നു. പിന്നീട് 3ാമത്തെ ഫയർഫോഴ്സിൻ്റെ സംഘാംഗം ഇറങ്ങുന്നു. അങ്ങനെ 4 പേർ ഇപ്പോൾ 10 മിനിറ്റ് സമയം പിന്നിടുമ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ ആളുകൾ അവരുടെ ജോലികൾ തുടരുകയാണ്. അത് 1-2 മണിക്കൂർ സമയം കൊണ്ട് മാത്രമേ ചെറു കഷ്ണങ്ങളാണെങ്കിൽ പോലും അവ താഴേക്ക് മാറ്റി ആ ഭാഗത്തെ മൂടി പരിപൂർണമായി മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളും അതിനിർണായകമാണ്. കാരണം വലിയ ക്രെയിൻ 30 ടൺ ശേഷിയുള്ള മറ്റൊരു ക്രെയിൻ എത്തിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കരുനാഗപ്പള്ളിയിൽ നിന്നും റോഡ് മാർഗം അത് ഇവിടേക്ക് എത്തുമ്പോൾ ചുരുങ്ങിയത് 3 മണിക്കൂർ സമയം വേണ്ടി വരും എന്നാണ് കണക്കാക്കുന്നത്. 11 മണിയോ അതിനോടടുത്ത സമയത്തോ ക്രെയിൻ എത്തിക്കും. അപ്പോഴേക്കും ഈ സംഘാംഗങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മുകൾ ഭാഗം മൂടിയിരിക്കുന്ന ചെറു പാറയുടെ കഷ്ണങ്ങൾ മനുഷ്യസാധ്യമായിട്ടുള്ളത് അത് ആ രീതിയിൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ ബുൾഡോസറിൻ്റെ ചില ഭാഗത്ത് വലിയ കരിങ്കൽ പാളികൾ കിടക്കുന്നുണ്ട്. അത് അത്തരത്തിൽ ആളുകൾക്ക് ഇപ്പോൾ ഇറങ്ങിയ 3-4 അതല്ലെങ്കിൽ ഒരു 10 പേരോ കൂടി ഇറങ്ങിയാൽ പോലും നീക്കം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ളത് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തെ പാറയുടെ കഷ്ണങ്ങൾ നീക്കം ചെയ്യുക. അതിനുശേഷം ഈ അപകടത്തിൽപ്പെട്ട് പാറയുടെ അടിയിൽ കിടക്കുന്ന ബുൾഡോസറെ കയർ ബന്ധിച്ച് അതുവഴി ക്രെയിൻ ഉപയോഗിച്ച് അതിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് ദൗത്യം. ഒരുപക്ഷെ നമ്മൾ കരുതുന്നത് പോലെ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനുള്ളിൽ തന്നെ കുടുങ്ങി മരിച്ച അവസ്ഥയിലായിരിക്കും അജയ് കുമാർ റായ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഉയർത്തിയെടുക്കുന്ന സമയത്ത് മൃതശരീര ഭാഗങ്ങൾ കൂടി ഒപ്പം ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആംബുലൻസ് അടക്കം എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. എത്രയും വേഗം പുറത്തേക്ക് എത്തിച്ചാൽ അത് ആശുപത്രിയിലേക്ക് മാറ്റി തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളുമുണ്ട്. അതേസമയം തന്നെ ഈ ക്വാറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികളിൽ വിവിധ വകുപ്പുകൾ അന്വേഷണം നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം മഹാദേവ പ്രധാന്റെ
പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് തുടങ്ങുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കൂ. മരണമടഞ്ഞതിൽ മഹാദേവ പ്രധാൻ എന്ന ആൾക്ക് 52 വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ 2:45 ഈ അപകടമുണ്ടായ ശേഷം വൈകുന്നേരം 6:20 കൂടിയാണ് മൃതശരീരം ഇവിടെ നിന്നും നീക്കാൻ സാധിച്ചത്. പിന്നീട് അത് പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. പരമാവധി വേഗത്തിൽ ബന്ധുക്കളെ അറിയിച്ച് അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ് ചെയ്യുക എന്ന് ജില്ലാ ഭരണകൂടം വിശദീകരിച്ചിട്ടുണ്ട്. തൊഴിൽ വകുപ്പാണ് ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. വിമാനമാർഗം ഒഡീഷയിലേക്ക് എത്തിച്ചത് ബന്ധുക്കൾക്ക് കൈമാറാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഒന്നുകിൽ ഇന്ന് വൈകുന്നേരമോ അതല്ലെങ്കിൽ നാളെ രാവിലെയോ മൃതശരീരം പത്തനംതിട്ടയിൽ നിന്നും അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായം എന്നുള്ള നിലയിൽ ഒരു തുക ബന്ധുക്കൾക്ക് കൈമാറും എന്നും അറിയിച്ചിട്ടുണ്ട്. അടുത്തിടെ ഒരു ക്വാറിയിൽ അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ മരിച്ച സമയത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളടക്കം മൃതശരീരമായി അവരുടെ നാട്ടിലേക്ക് എത്തിയ സമയത്ത് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്ത സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ധനസഹായം അടക്കം സർക്കാരിൻ്റെ സഹായം ലഭ്യമായെങ്കിൽ പോലും വലിയ തോതിൽ ബന്ധുക്കൾ എത്തിയ ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുകയും അവരുടെ സ്വാഭാവികമായ പ്രതികരണമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാഹചര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ അവസ്ഥയുമായി അവരെ പൊരുത്തപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള ശ്രമങ്ങൾ കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ആരായാലും പ്രിയപ്പെട്ടവരൊക്കെ വൈകാരികമായി പ്രതികരിച്ചു പോവും. ഏതായാലും നിലവിൽ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല എന്നതാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും അടക്കം എല്ലാവരെയും ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരിക്കുന്നു. ദുരന്ത നിവാരണ നിയമപ്രകാരം പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ക്വാറിയുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട് താൽക്കാലികമായി.